നമസ്കാരം. അഗ്നിഹോത്രി നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 1 മുതൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങൾ നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നാൽഫലങ്ങൾ പറയുന്നതിന് മുൻപായി രാശിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ രാശിചക്രത്തിൽ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളിലും കൂടിയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുള്ളത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉണ്ടാവുക. ഇത് പലതരത്തിലും വരാം. ചില നക്ഷത്രങ്ങളുടെ അരഭാഗവും മറ്റു ചില നക്ഷത്രങ്ങളുടെ മുക്കാലോ കാലോ ഭാഗങ്ങളുമായിരിക്കും ചിലപ്പോൾ ഒരു രാശിയിൽ ഉണ്ടാവുക. എന്നാൽ 18 നക്ഷത്രങ്ങൾ മാത്രം ഓരോ രാശിയിലും പൂർണ്ണമായി ഉണ്ടാവും. അതേതൊക്കെയാണ്? അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണവ. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ രാശിയായ മേടരാശിയിൽ അശ്വതി, ഭരണി എന്നിവയും കാർത്തികയുടെ കാൽഭാഗവുമാണ് ഉള്ളത്. അതുപോലെ അവസാനത്തെ രാശിയായ മീനത്തിൽ പൂരുരുട്ടാതി കാലും കൂടാതെ ഉത്രട്ടാതിയും രേവതിയുമാണുള്ളത്. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ ഓരോ രാശിയിലും സഞ്ചരിക്കുകയും ആ രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൂറ് എന്ന് പറയുന്നത്. അങ്ങനെ 27 ദിവസങ്ങൾ കൊണ്ട് ചന്ദ്രൻ 12 രാശി പൂർത്തിയാക്കുന്നു. ഈ കാലയളവിനെയാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആണ് കൂറ് എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാശി എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്, രാശിയും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇങ്ങനെ വളരെ വിശദമായി ഒരു സാധാരണക്കാരന് പോലും ജ്യോതിഷത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തന്മൂലം അവനവൻ്റെ നാളുകളും കൂറുകളും രാശിയും മനസ്സിലാക്കി നമ്മുടെ ഭാവിയിൽ എന്താണ് നടക്കുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ പുലർത്താൻ സാധിക്കും. ഇനി നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് പോകാം. ഉത്രാടം നക്ഷത്രം വിദ്യാഭ്യാസ രംഗങ്ങളിലും ജോലി, ബിസിനസ് രംഗങ്ങളിലും വളരെ അനുകൂലമായ സമയമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിലുള്ളത്. വിവിധ രംഗങ്ങളിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാവുന്ന സമയമാണ്. ആരുടെയും അഭിപ്രായങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. മുറിഞ്ഞുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു. കുടുംബാംഗങ്ങളുമായുള്ള യാത്രകളും സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പുരോഗതിയിലൂടെയും കൂടുതൽ നിക്ഷേപ കാര്യങ്ങളിലും മറ്റും ശ്രദ്ധിക്കാനും സാധിക്കുന്നു. വീട് സ്വന്തമായി ഇല്ലാത്തവർക്ക് പുതിയ ഗൃഹം വന്നു ചേരുന്നു. വ്യാപാര സംബന്ധമായി വളരെയധികം പുരോഗതിയും യശസ്സും വർദ്ധിക്കുന്ന സമയമാണ്. ഐശ്വര്യ സമ്പൂർണമായൊരു മാസമായാണ് കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ കൈവരുന്നതായി മനസ്സിലാവുന്നത്. കടബാധ്യതകൾ ഉണ്ടായിരുന്നത് തങ്ങളിൽ നിന്നും അകലുന്നതായി കാണാം. ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും യാത്രകളും നടത്തുവാനും മറ്റും മനസ്സിൽ ആഗ്രഹിച്ച പോലെയുള്ള ജീവിതം അനുഭവിക്കുവാനും സാധിക്കുന്നു. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കാകട്ടെ സന്താന ഭാഗ്യം നേടിത്തരുന്ന മാസമാണിത്. ഉദ്യോഗാർത്ഥികൾക്ക് തികച്ചും ആശാവഹമായ സമയം തന്നെയാണ് ഈ മാസം. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ
മനുഷ്യ നന്മയ്ക്ക്.